സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഒരു കുടുംബത്തിന്റെ കഥ അതാണ് ടീച്ചർ കണ്ടപ്പോൾ മനസ്സിലായത്. ടീം മധു ഇതിനെ വെൽക്കം ചെയ്യാണ്. അതെന്തോ ഞങ്ങളത് ഇത് ചെയ്യും പോലെ തോന്നിയില്ലോ ഞങ്ങൾക്ക്. ഒരു കാര്യം പറഞ്ഞേക്കാം, ആഞ്ഞിലിപൂട്ടി തറവാട്ടിൽ ഒരു പെങ്കൊച്ചു വന്ന് കയറാൻ പോവാ. ഒരു അടക്കോതുക്കൊക്കെ വേണം, പ്രത്യേകിച്ച് രാത്രിയിൽ. നടന്നതുപോലെയുണ്ട്. നായികയാണ് ഒറിജിനലി ഇൻ ലൈഫ് ഷെഫ്, പക്ഷെ ഇതിലിപ്പോ സിനിമയില് നായകനാണ് ഷെഫ് അല്ലേ? അതെല്ലാം കറക്റ്റ് ആയിട്ട് അല്ല നന്നായിട്ടാ പറഞ്ഞത്. സോറി, നീ എനിക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് തരാൻ പോലും പഠിപ്പിച്ചില്ലല്ലോ. ഞാൻ ഈ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നൈറ്റിലോട്ട് പോകല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അച്ഛൻ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കയറി പോകുന്ന വഴിക്ക് അച്ഛന്റെ കാലെ തൊട്ട് വിളിച്ചിട്ടാ കയറി പോയത്. എനിക്കും അറിയത്തില്ല, ഞങ്ങളുടെ അച്ഛനും അറിയത്തില്ല. അസീസ്ക്ക് അടിപൊളിയായിട്ട് പാടും, ഹരിമുരളീരവും പാടും. പക്ഷെ അത് വീട്ടിൽ തന്നെ ഇന്ന് ദേവാംഗങ്ങൾ അടിച്ചേ. ഇവെല്ലാം നല്ല എളുപ്പപ്പാട്ടാണല്ലോ. ഹരിമുരളി ദേവാങ്കണം, എന്റെ അമ്മോ. ആദ്യമേ ഈ വീഡിയോയുടെ താഴെ മൊത്തം ഇങ്ങനെ കമന്റ് വരുന്നപ്പോ ഞാൻ വിചാരിച്ചു വീഡിയോ ഇഷ്ടമല്ലാത്തോണ്ട് ആൾക്കാർ എന്തുവാ ഇത് കാണിക്കുന്നത്. അല്ല, ഇനി അവർ മനഃപൂർവ്വം എന്തുവാ ഇത് സൂപ്പറാന്ന് തോന്നുന്നു, എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഒരു കുടുംബത്തിന്റെ കഥ അതാണ് ടീച്ചർ കണ്ടപ്പോൾ മനസ്സിലായത്. ടീം മധു ഇതിനെ വെൽക്കം ചെയ്യാണ്. ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. വെൽക്കം. കഥന കഥാതെ വെറുതെ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞതാ. ഡോണ്ട് വെറി, ഐ നോ ഇറ്റ് ഇസ് എ ഹാപ്പി സിനിമ അല്ലേ? അതെന്തോ ഞങ്ങളത് ഇത് ചെയ്യും പോലെ തോന്നിയില്ലോ ഞങ്ങൾക്ക്. അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞു വന്നപ്പോ ഒരു നാടകീയത വരുത്താൻ വേണ്ടി വന്നില്ല. കൊളോക്കിയലാക്കിയത് കൊളായോ? കൊളായുണ്ട്. അതിൻ്റെതാണോ? കുഴപ്പമില്ല, പ്രശ്നമില്ല, പോട്ടെ. ഇഷ്ടം പോലെ സ്ത്രീ ഉണ്ട് നമ്മളെ. സ്ത്രീ സാന്നിധ്യമില്ലാത്ത കുടുംബല്ലേ? ഏതായാലും കുഴപ്പമില്ല, പഞ്ചവർണ്ണ പാവാടയൊക്കെ ഇട്ട് വന്നല്ലേ. അപ്പൊ ഇതിന് കർട്ടൻ ബെഡ്ഷീറ്റ് എന്നൊക്കെ വിളിച്ചേക്കുന്നത് കുന്തം സ്റ്റൈല്. കല്യാണി എന്തോ ഡോണ്ട് സേ ദാറ്റ് കേട്ടോ. നൈസ് അല്ല, നല്ലതായതുകൊണ്ടല്ലേ നമ്മള് ശ്രദ്ധിക്കുന്നത്. ഓ താങ്ക് യു. ഓക്കെ, പറ. സ്ത്രീ സാന്നിധ്യമില്ലാത്ത കഥയിലേക്ക് ഈ സ്ത്രീയെ തന്നെ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു? അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു? അല്ലേ, എല്ലാം തെറ്റാണല്ലോ ഭഗവാനെ, എല്ലാം പാളുകയാണല്ലോ. അങ്ങനെയല്ല. ഞാൻ ഇതിനു മുമ്പ് ഞാനും ചെയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഈ പറയും പോലെ കല്യാണി ആക്ച്വലി ഭയങ്കര രസമായിട്ട് കല്യാണിയുടെ റീൽസൊക്കെ നമ്മൾ കാണുന്നു. ഞങ്ങളിങ്ങനെ പല പടങ്ങളും ചർച്ചയിലുള്ള ആൾ. അപ്പോൾ മധുവിധുവിൻ്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കല്യാണി കാസ്റ്റിലേക്ക് എത്തിയതാണ് ഇവർ. ഡയറക്ടറും വിപിൻ സാറും ജയവിഷ്ണുവും കൂടി. വിപിൻ സാറാണ്. ശരിയാ. പടം നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ രണ്ടാമത്തെ അനിയനാണ്, നീ എന്നെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ജീവിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആളിപ്പോ സാറെന്ന് വിളിക്കുന്നത് അർഹിക്കുന്നു. ഇതിന്റെ ടീച്ചർ കാണുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഈ വൺ ലൈനിലേക്ക് കണക്ട് ആവുന്നത് കല്യാൺ രാമനാണല്ലോ. നിങ്ങൾക്ക് ആദ്യം ഈ സിനിമ കേൾക്കുമ്പോൾ ഒരു തോട്ട് എന്തായിരുന്നു? വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെന്റ്? നമുക്ക് അങ്ങനെ ഒരിക്കലും കല്യാണരാമന്റെ ഒരു പരിപാടി ഒന്നും കണക്ട് ആയിട്ടില്ല. ഇല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിന്റെ ടീച്ചറിന് താഴെ ഒന്നുള്ള കമന്റ് ഒന്നും കണ്ടില്ല. കാരണം കല്യാൺ രാമനിൽ അങ്ങനെയാണല്ലോ. അതായത് ഒരു സ്ത്രീകളും ഇല്ലാത്ത സ്ത്രീകൾ വാഴാത്തൊരു വീട്ടിലേക്ക് മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ ഇല്ലേ ഇവിടെ? മേലെപ്പറമ്പിൽ ആൺവീടൊക്കെ അയൽവാട്. പക്ഷെ അമ്മയുണ്ടില്ല. അമ്മയുണ്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. കഥ പറയുമ്പോ പക്ഷെ ഇവരാരും അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ഞാനും അത് അങ്ങനെ ഒരു ആ ഡയലോഗ് ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞാൽ കൊണ്ടാ പെണ്ണുങ്ങളില്ലാത്ത വീട് എന്നുള്ള ആ ഡയലോഗ് വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ കൊണ്ടാണ്. അപ്പൊ ഈസ് ദാറ്റ് ഇമ്പോർട്ടന്റ് ഇൻ ദി സിനിമ? കാര്യങ്ങൾ ബാക്കിയുള്ളവരിലെ അസീസ്കായൊക്കെ വെറുതെ ഇരിക്കുമല്ലേ, പറയാൻ ചോദിക്കും. കഥ പറയരുത്, അരുത്, ഞങ്ങൾ കണ്ടോളാം. അല്ലാണ്ട് എന്താ പറയാൻ പറ്റാ? സുഖം ഇലക്ഷനൊക്കെയാണ്. വിശേഷമില്ല, ഞാൻ ചോദിച്ച സിനിമയുടെ കാര്യം ചോദിച്ചേ. പാറൊക്കെ ഊണ് വെച്ചിട്ട് സ്ലീപ്പി മോഡ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഷറഫിന്റെ ചിറ്റപ്പനായിട്ടാണ്. അഞ്ഞലമുട്ടിൽ കേബിൾ വിഷൻ. അതെ അത് പറയുന്നുണ്ടല്ലോ, ചിറ്റപ്പനായിട്ടാണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ സ്ത്രീ സാമീപ്യമില്ലാത്ത ഒരു
കുടുംബത്തിലെ ഒരു അംഗമാണ്. സമീപമില്ലാത്തൊരു ജീവിതം. അവിടെ അപ്പോൾ അറിയാലോ, കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു പരിപാടിയാണ് സിനിമ. ആദ്യത്തെ സിനിമയാണ്, ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ഹൗ വാസ് ഇറ്റ് ഫോർ യു? സ്പെഷ്യൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. കുറേ നാൾക്ക് ശേഷം എന്താ പറയുക, ഒരുപാട് പ്രോജക്ട്സ് ഇങ്ങനെ ഡ്രോപ്പായി നടക്കാതെ ഇങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ് എനിക്ക്. ഭയങ്കര നെഞ്ചോട് ചേർന്ന് എൻ്റെ എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് ഈ ഫാമിലി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു ഫാമിലി പടത്തിൽ തന്നെ ഒരു ഹീറോയിനായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക്ഫുൾ ടു ദ ഹോൾ ക്രൂ. ഫാമിലി എന്റർടൈൻമെന്റ് മൂവി എന്നാണല്ലോ എന്റെ ജോണർ പറയുന്നത്. ദിസ് ഇസ് ലിറ്ററലി എ ഫാമിലി മൂവി ഫോർ യു അല്ലേ? ഫാമിലി മൊത്തം ഉണ്ട് സിനിമയില് അല്ലേ? അതും ഫസ്റ്റ് സിനിമയിൽ. ഇപ്പൊ കല്യാണി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അച്ഛനും അമ്മയൊക്കെ കൂടി ഇരുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇവര് സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അവരത് ഭയങ്കര ഡീപ്പായിട്ട് സംസാരിക്കുന്ന കാര്യമാണെന്ന്. ഈ സിനിമ വരുമ്പോൾ ഹൗ വാസ് ഇറ്റ് ഗോയിങ്? അതിന്റെ ഡിസ്കഷൻ എങ്ങനെയായിരുന്നു? ഈ സിനിമ വന്നപ്പോൾ ആക്ച്വലി ഡിസ്കഷൻ ഇല്ലായിരുന്നു. ബട്ട് വൈ? വേറൊരു സിനിമ കണ്ട് ഡിസ്കസ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഞാൻ മറ്റേ ഒരു സീനൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കില്ല അവരെ, ഞാൻ ചോദിക്കൂല, ഇങ്ങോട്ടൊന്നും പറയൂ. ഞാൻ പറഞ്ഞ ഇത് മൂവി വരുമ്പോ, ഇത് സ്റ്റോറി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ, സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോഴോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബകഥകൾ ഭയങ്കര ഇഷ്ടം. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി പടങ്ങളാണ്. വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം തന്നെ ഓക്കെ അടിച്ചു, സെറ്റാണെന്ന് അല്ലേ? ഈ ഞാൻ നമ്മൾ ആദ്യം കാണുന്നത് പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷന്റെ സമയത്ത്. അപ്പോൾ അതിന് മുന്നേ ചെയ്തിട്ടുള്ളത് മധുര മനോഹരമോഹാണ്. അത് കഴിഞ്ഞിട്ട് പെറ്റ് ഡിറ്റക്റ്റീവ്, ഇപ്പോൾ ഇത്. അപ്പോൾ ഈ കോംബോ ഉണ്ടല്ലോ, നിങ്ങളുടെ കോംബോ, ഇതൊരു കോൺഷ്യസ് സാധനമാണോ അതോ അതങ്ങനെ വന്നു പോകുന്നതാണോ? ഇതിൽ വേറൊരുത്തിനും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഈ കോംബോ പോകുന്നത്. ജയ് വിഷ്ണു. ഓ, ജയവിഷ്ണുവിന്റെ അടുത്ത് ആക്ച്വലി പൈസ മേടിക്കുന്നുണ്ട്. 5 വർഷത്തെ കടങ്കലെടുത്ത് കാശ് മേടിച്ചിട്ടാണ് കോൺട്രാക്റ്റിലാണ് റോള് കൊടുക്കാന്നുള്ള പരിപാടി. പേയ്മെന്റ് മേടിച്ചു. പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിട്ടാണല്ലേ? പൈസ മേടിച്ചിട്ടാണ് അങ്ങോട്ട് കൊടുക്കും. ജയവിഷ്ണുവിന് ജയവിഷ്ണുവിന്റെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പൈസ ഉണ്ട്. ഇപ്പൊ ജയവിഷ്ണു ഇപ്പൊ 3 പടം കഴിഞ്ഞതിന് ശേഷം ജയവിഷ്ണു ആ പൈസ എങ്ങനെ തിരിച്ചു തരാട്ടാ മച്ചാൻ നാട്ടിലേക്ക് ഒന്ന് ഒഴിവായി തരുവാ ചോദിക്കാറുണ്ട്. അല്ല, ശരിക്കും നമ്മുടെ യൂട്യൂബിലെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലാ? അതെ, സിനിമയാണ്. നമ്മൾ ഒരു +2 കഴിഞ്ഞപ്പോൾ മുതലേ സിനിമയാണ് ലക്ഷ്യം. അങ്ങനെയാണ് യൂട്യൂബിലോട്ട് വരുന്നത്. പിന്നെ ജയചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു, വിപിൻ ചേട്ടനെ പരിചയപ്പെട്ടു. അവർ വഴിയാണ്, ബന്ധങ്ങൾ വഴിയാണ് സിനിമയിലോട്ട് വന്നത്. ഒഴിവാക്കാൻ കുറേ ശ്രമിച്ചു. ഞാൻ സമ്മതിച്ചില്ലായിരുന്നു, നടക്കൂലായിരുന്നു. അത് എടുത്ത് പറയണമല്ലോ. മധുവിതിലായാലും ഷറഫൊക്കെ പറയണം, അവൻ എന്റെ കൂടെ ഇപ്പൊ 2 പടം ആയില്ലേ, ഇതിനകത്തെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞ എന്നെ ഒഴിവാക്കാം. പക്ഷെ പുള്ളി അത് പറഞ്ഞില്ല. ഒരുപാട് നന്ദിയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴിവാക്കണ്ട എന്ന് തോന്നാനുള്ള കാരണം? നല്ല ആക്ടർ. ഇക്ക അത് എന്റെ ആൻസർ ആണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ ആൻസർ? അല്ല, അവൻ മധുര മനോരമത്തിൽ ചെയ്തേക്കുന്ന കഥാപാത്രത്തിന് അത്ര ഡയലോഗ്സോ അല്ലെങ്കിൽ ഭയങ്കരമായ സ്പേസ് ഒന്നുമില്ല. പക്ഷെ അതിൽ 1-2 ഡയലോഗ് പറയുമ്പോഴുള്ള ആ ഒരു എന്താ അതിന് പറയാ, അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയിൽ ഞാൻ എപ്പോഴും ഇവരൊരു ഡയലോഗ്, എന്താണ് ഡയലോഗ്, മറ്റേ പന്തലിന് നാട കിട്ടുമ്പോൾ നീ പറയില്ലേ, മറ്റേ കൊച്ചിനെ അല്ല നമ്മുടെ മോളല്ല, എടാ അനാവശ്യം പറഞ്ഞു അങ്ങനെ എന്താ പറയുന്നില്ല, ഭയങ്കര അടൂർ ആ സ്ലാങ്ങിൽ പുള്ളി പറയുന്നതാണ്. ആ സിനിമ പത്തനംതിട്ടയിൽ നടന്നല്ലോ. അപ്പോൾ ഭയങ്കര എനിക്ക് തോന്നുന്നു സഞ്ജു വരുമ്പോൾ ആ നേറ്റീവ് ആ സ്ഥലത്തിന് നമുക്ക് വേഗം കണക്റ്റ് ആവും. സഞ്ജുവിൻ്റെ ഡയലോഗിൽ കറക്റ്റ് നാട് നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഗുണമാണ്. ഇപ്പം നമ്മുടെ പെറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഭാഗത്തുനിന്ന് വരുന്നൊരു കഥാപാത്രമായിട്ടാണല്ലോ ഇവൻ്റെ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. ജയവിഷ്ണു ചേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ പത്തനംതിട്ട പടത്തിന്റെ എഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിന്നെ ഒഴിവാക്കുമെന്ന്. ആ കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം തീരുമായിരിക്കും. അടുത്ത സ്ക്രിപ്റ്റിൽ പോയിരിക്കണം. അപ്പൊ ഏത് ജില്ലയാണ് അവിടെ പോയി താമസിക്കണം. ഞാനിത് കാരണം വീട് പറഞ്ഞു കൊടുത്തിട്ടില്ല, വന്നിട്ടുള്ള തരം കൊണ്ട് ഞാൻ ഫ്ലാറ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ല. തൃശ്ശൂരൊന്നും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. തൃശ്ശൂരല്ല, അത് അയ്യോ അത് സായി ചേട്ടനാണ്. ഞാൻ കഥ പറയുമ്പോ ഇപ്പൊ അവൻ എഴുതി കൊണ്ടുവന്നിരിക്കണത് പത്തനംതിട്ട പടവും പറയണത് തൃശ്ശൂർ. എന്നോട് പറയുന്നത് ആലുവക്കാരനോടും ഉണ്ടായതാ. ഞങ്ങൾ കഥ പറയുമ്പോ തന്നെ ഇവര് 2 പേരും പറഞ്ഞിട്ടുണ്ട്, അവൻ പറയണത് കഥ ഇതും
പക്ഷേ ഡയലോഗ് മൊത്തം ഡെലിവറി തൃശ്ശൂർ ഭാഷയിൽ വന്നു. ഇത് വാട്ട് ഇസ് യുവർ ഇൻസ്പിറേഷൻ ഈ സ്റ്റോറി എഴുതാനുള്ള? നമുക്ക് എല്ലാ കഥയ്ക്കും എന്തെങ്കിലും ഒരു റൂട്ട് കോസ് ഉണ്ടാവില്ല, ഇത് അതിനൊരു ആ ത്രെഡ് കിട്ടാൻ. അല്ല, അത് ഞാനും ചെയ്യും. ഇപ്പം ആക്ച്വലി ഇപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ ഷൈലോക്ക് എന്ന് പറയുന്ന പടമായിരുന്നു. അതൊരു മാസ് മസാല പടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ സബ്ജക്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ജോണറിൽ സിനിമ ചെയ്യാനൊന്നുമില്ല. ഈ കഥ ഞങ്ങൾ പോയിട്ട് അജിത് വിനായകർ പറയുമ്പോൾ രഞ്ജിതേടൻ പറഞ്ഞത്, നീ വന്നിട്ട് പറയുമ്പോൾ ഒരു അടിയിടി പടം പറയുന്ന വിചാരിച്ചേ, ഇതിപ്പോൾ വേറെ സിനിമയാണ് പ്രതീക്ഷിക്കുന്ന അതാണെന്ന്. അപ്പം അതന്നെയാണ് നമ്മളുടെ ഒരു ഇതിൽ ഉള്ള ഒരു കിക്ക്, ഒരു ത്രൂ ഔട്ട് ഒരു രസമായിട്ടുള്ള. അപ്പം അന്നും ഇപ്പോൾ ഷറഫിൻ്റെ സിനിമ ഈ മധുര മനോരമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറിലുള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ ഓഡിയൻസിന് തന്നെ ബേസിക്കലി നമുക്ക് ചിരിക്കാൻ ഇഷ്ടം, എപ്പോഴും രക്തച്ചൊരിച്ചിലൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് അപ്പോൾ ഒരു പ്രത്യേക റീസൺ ഒന്നുമില്ല. നമുക്ക് ഇപ്പം ഇതിൻ്റെ ഒരു പോയിന്റിൽ കിട്ടുന്ന ഓഡിയൻസിന് കിട്ടുന്ന കിക്ക് ഞങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ എഴുതണേ. പിഞ്ചു കുഞ്ഞാണ്. വളരെ ഇന്നസെന്റ് തോട്ടാണ് ഇത്. പക്ഷെ മധുര മനോഹര മോഹത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. ഭയങ്കര രസമുള്ള സിനിമ. ഇരുന്ന് കാണാൻ ഭയങ്കര സുഖമാണ്. അതേ സുഖം മധുവിധുനുണ്ട്. ഭയങ്കര ഹാപ്പി ഫീൽ കിട്ടുന്ന ഒരു പടം. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഫീല്. അല്ല അതന്നെ ഞാൻ പറഞ്ഞത്. മധു അല്ല അതായിട്ട് കണക്ട് ആവണ്ട. കഥ അടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലവും അതിൻ്റെ ഒരു രീതിക്ക് എനിക്ക് തോന്നുന്നു അത് അതേ ഫീല് തരുന്ന സിനിമയാണ്. അല്ലെങ്കിൽ അതേ സുഖമായിരിക്കും വാച്ച് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതില് അങ്ങനെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടല്ലോ. അത് നായികയാണ് ഒറിജിനലി ഇൻ ലൈഫ് ഷെഫ്, പക്ഷെ ഇതിലിപ്പോ സിനിമയില് നായകനാണ് ഷെഫ് അല്ലേ? നീ എനിക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് തരാൻ പോലും പഠിപ്പിച്ചില്ലല്ലോ. അയ്യോ അതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്തു. അല്ല ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം അറിയാം. ഈ അമൃതരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളി ഷെഫ് ആണല്ലോ. ശരിക്കും ഇൻ റിയൽ ലൈഫ് കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണ്. ഫുഡ് ഇഷ്ടമാണ്. കുക്കിയിൽ അങ്ങനെ ഇല്ല. പക്ഷെ ഇതിനൊരു പാങ്ങ് വേണ്ടേ? അത് നമ്മളൊന്ന് നോക്കി പഠിച്ച് ഇങ്ങനെ പഠിച്ചു. അതെല്ലാം കറക്റ്റായിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അല്ല, നന്നായിട്ടാ പറഞ്ഞത്, സോറി. സിനിമ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാലേ വീട്ടില് മൂത്ത ആൾക്ക് ചെറിയ ഈ മറ്റേ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്ത് ചെറിയ സഹായങ്ങൾക്കൊക്കെ ആയിട്ട് ഞാനാണ് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇൻ റിയൽ ലൈഫ് ഈ പറഞ്ഞ പോലെ നല്ല ഫുഡിയാണ്, ഷെഫാണ്. ഫ്രഞ്ച് ക്യൂസൻ ആണോ പഠിച്ചത്? ഫ്രഞ്ച് ക്യൂസിനെ അല്ലേ? ഈ ഫ്രഞ്ച് ക്യൂസൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ എമിലീൻ പാരിസ് ഒക്കെ കണ്ട് അങ്ങനെ കണ്ടിട്ടുള്ള ശീലമുള്ളൂ. അത് നമ്മുടെ ഭക്ഷണവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കോംബോ എന്തായാലും. അതെ, അയ്യോ അങ്ങനെ കോമ്പിനേഷൻ ചോദിച്ചാൽ അവിടെ കൂടുതൽ സ്റ്റേക്കാണ്. പല രീതിയിലുള്ള സോസസ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേക്സാണ് അവിടെ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എരിവും പുളിയും ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര മൈൽഡ് ടേസ്റ്റാണ്. അത് ഞാനൊരു പാഷൻ കൊണ്ട് പഠിക്കാൻ പോയതാണ്. പക്ഷെ അന്നൊക്കെ സിനിമ തന്നെയായിരുന്നു. അല്ല, ultimately do you have a plan to open a restaurant or something like that? I was having that plan, but വീട്ടിലന്ന് ഞാൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അവർ വലിയ അനക്കൊന്നുമില്ല. അപ്പോൾ ശരി എന്നാൽ ഞാൻ അവരെന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ MBA കോർപ്പറേറ്റ് ഒന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ലണ്ടൻ പോയി ഇത് ചെയ്തു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ആക്ച്വലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ക്വൈറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇതിനു മുമ്പും ഓഫറുകൾ വന്നിട്ടുണ്ടാവുമല്ലോ. അത് നല്ലൊരെണ്ണം വരട്ടെ, പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ആവുന്ന ഒരെണ്ണം വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണോ? ലണ്ടൻ പോകുന്നതിന് മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലും ഇപ്പം ചെയ്യണ്ട, പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതി പോയി. പിന്നെ തിരിച്ച് ഞാൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ സിനിമ നമ്മളെ തേടി വരണമെന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒരുപാട് വന്ന് പോയി ഒന്നും ഹാപ്പൻ ആവുന്നില്ല. അങ്ങനെ എനിക്ക് ഹാപ്പൻ ആയ സിനിമയാണിത്. ആൻഡ് ഹൗ ഇസ് ഇറ്റ്? ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞത് റിലീസിന് റെഡിയായി നിൽക്കുകയാണല്ലോ. ഹൗ ഇസ് ഇറ്റ്? ഹൗ ഇസ് ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്നെ ഇവരൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഒരു സമാധാനം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇല്ല സർ, ഓക്കെയാണ്. How is your co-actor? First co-actor? Super. കിടിലനായിരുന്നു. അതെന്ത് വിശ്വസിക്കാം ഇങ്ങനെയൊക്കെ പുള്ളിക്കാരത്തിന്റെ എക്സ്പ്രഷൻ കിടിലനോ ഇയാളോ? Don't say that. പുള്ളി എന്തായാലും അങ്ങനെ പറയും. That is for sure. പക്ഷെ don't say that. സപ്പോർട്ട് ചെയ്യരുത്. പ്ലീസ് നോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു പാട്ട് പാടിയിട്ട് ഹിഷാമും വിനായകും ഒക്കെ അതിൻ്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടുത്ത പാട്ടിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പനിങ് അല്ല അങ്ങനല്ല, അത് അവര് തമാശ ഫ്രണ്ട്സുകളാ. അടിപൊളിയായിട്ട് ഹരിമുരളീരവും പാടും.
പക്ഷെ അത് വീട്ടിൽ ഇരുന്നേ പാടും. ഇപ്പൊ പാടി മറ്റേ ഇപ്പോഴേ പറഞ്ഞതാണ് എനിക്കൊരു പാട്ട് പാടണം. കമന്റ് എന്ന് പറഞ്ഞില്ലേ അത് ഫുൾ അവർ ഡിലീറ്റ് ചെയ്യും. ഹരിമണി പോലെയാ. ആ മൈക്കൊന്നും എടുത്ത് മറ്റേ സംഭവം എന്തിനാണ് എന്നാ എനിക്ക് ആ ഹമ്മിങ് ഏതാണ് ആ ഹമ്മിങ് ഞാൻ നിന്നെ പറ്റിച്ചതാണ്. പാടും. ഇതിനു മുമ്പ് ഇന്റർവ്യൂലൊക്കെ പാടിയിട്ടുണ്ട്, പാടുന്നുണ്ട്. ഞങ്ങള് കുറച്ച് മഴക്കാലം പരിപാടിയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നല്ല സമയത്ത്. മഴയായിരുന്നു. അപ്പൊ കുറച്ചല്ല പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിച്ചാൽ പറയാം നല്ല മഴയായിരുന്നു. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആ സമയം വരുമ്പോ ഈ അജിത് വിനായക വലിയൊരു ബോക്സ് ഉണ്ട് പ്രൊഡക്ഷന്റെ, മൈക്കും വലിയ മൈക്ക് സ്പീക്കർ അത് കൊണ്ടുവന്ന് വെക്കും. പക്ഷെ നല്ല വീട്, നല്ല ആംബിയൻസ്, നല്ല മഴ എൻജോയ് ചെയ്യാൻ നല്ല പൊളിയാണ്. അപ്പം അവിടെ പുള്ളികൾ ഗാനമേള പിടിക്കും. അവിടെ നമ്മള് ശരിക്കും എല്ലാരും പിടിക്കും. മറ്റേ പയ്യന് ഇവന് അമലും പാടുമായിരുന്നു, ജഗദീഷ് ചേട്ടൻ പാടും, സാറ് പാടി എല്ലാരും പാടും. നല്ല രസമായിരുന്നു. അതിൽ ഹരിമുരളീരവൻ പുള്ളിയുടെ ഫേമസ് ആയിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അത് പാട്. ഞാനായിട്ട് പറഞ്ഞല്ല, അവര് പറഞ്ഞതാണ്. അത് കറക്റ്റ് അതേപോലെ കൊള്ളുലയും കട്ട് ചെയ്തളയാ, സിനിമയിൽ കെട്ടി കണ്ട കൊള്ളായിരിക്കില്ല എന്ന് പാട്. വെറുതെ ആ പാട്ട് ഞാൻ പാടില്ല, വെറുതെ ആ മൈക്കിൽ നിന്ന് പാടിയെന്നു. അതെനിക്ക് അറിയാത്ത പടം. അയ്യോ എന്റെ ഹരിമുരളിയൊക്കെ ദൈവം അതിരമ്പുഴയൊക്കെ അങ്ങോട്ട് ഇതായി പോയില്ലേ. അതെ മഴ വേറെ പാട്ട് പാടുന്ന പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ പാടാൻ പോയിട്ട് സഞ്ജു കൂടും പാടാൻ. അത് പരിപാടി അത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവൻ കൂടും, അവൻ കൂടും. അതെന്റെ പേടി. സമയത്താവുമ്പോൾ ഞങ്ങൾക്ക് പോവാലോ. വൈൻഡപ്പ് ചെയ്തിട്ട് പാടാം. അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. ക്വസ്റ്റ്യൻസ് ആ ഇത് പറ, ശരിക്കും പാടുണ്ട്. ആസിസൊക്കെ ഫിലിമിൽ പാടിയിട്ടുണ്ട്. വെറുതെ വീട്ടിൽ നിന്നുമ്പോഴേ ഇന്ന് ദേവാംഗങ്ങളല്ലേ കണ്ടറിഞ്ഞൂടെ അല്ല ഞാനേ ഇവെല്ലാം നല്ല എളുപ്പപ്പാട്ടാണല്ലോ. ഹരിമുരളി ദേവാങ്കണം. അപ്പോ അങ്ങനെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഇടുന്ന പാട്ട് ഏതാ? അതായത് നിങ്ങളുടെ ഗ്രൂപ്പിലെ അസിസക്കെ കൊണ്ട് പാടിക്കുന്ന പാട്ട് ഏതാ? ഇല്ലെന്ന് ഞാൻ എന്റെ ഗ്രൂപ്പിൽ അങ്ങനെ പാടാം. സീരിയസ്ലി പാടോ? ഞാൻ പാടത്തില്ല. ഇത് അരമണിക്കൂർ ഇതിനെ കുറിച്ചാണ് സംസാരം. അല്ലേ വെറുതെ എന്തായാലും അസിസയുടെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടിരിക്കണു. എടോ അത് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ പാടുന്നല്ല. എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തല്ല. ക്ലിയർ ആയിട്ട് മെസ്സേജ് അയച്ചു. അല്ലെന്നെ എന്തിനാണ് വെറുതെ പാട്, വെറുതെ നാണക്കേട് അല്ലാതെ വേറെ. ഈ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഒരിടയ്ക്ക് ഈ നിങ്ങളുടെ ലക്ഷ്മി ആൻഡ് സഞ്ജുയുടെ ഇതിന്റെ ഈ എന്തുവായത് അത് പോയിന്റ് ഹിറ്റ് ആയിരുന്നല്ലോ. അതായത് എന്തുവായത് അത് ലക്ഷ്മി സ്ഥിരം പറയുന്ന സാധനമാണോ? അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്ലാഗ് ആണ്. എന്തുവായിരുന്നു ചോദിക്കുന്ന ഒരു ശൈലിയാണ്. ഞാൻ ആദ്യമേ ഈ വീഡിയോയുടെ താഴെ മൊത്തം ഇങ്ങനെ കമന്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആൾക്കാർ എന്തുവാ ഇത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ ലക്ഷ്മി നമുക്കിനി വീഡിയോ ചെയ്യണോ, ആൾക്കാരാണ് ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇതിന്റെ സ്റ്റിക്കറൊക്കെ വരാൻ തുടങ്ങി, എന്തുവായെന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലായി ഈ സാധനം ഒന്ന് ഹിറ്റാണെന്ന് മനസ്സിലായി. ആൾക്കാര് അതെ എന്തുവാ ഇത് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ആൾക്കാർ എന്തുവാ ഇത് തിരിച്ചു അല്ല ഇനി അവര് മനഃപൂർവ്വം എന്തുവാ ഇത് അയ്യോ ചോദിക്കുന്നുണ്ട്. ചില കൊള്ളാത്ത വീഡിയോയിൽ എന്തുവാ ഇത് എന്ന് പറഞ്ഞാല് ഇപ്പോഴും ഹിറ്റാണ് കേട്ടോ. എന്തുവായത് ഹിറ്റാണ്. വെള്ളട്രയ്യാല് അവളെ ആദ്യമേ ആൾക്കാർ വന്ന് ചോദിക്കുന്ന അങ്ങനെ എന്തുവായത്. പക്ഷെ അതിന്റെ ടോണാണ് വ്യത്യാസം. സഞ്ജാനോട് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമുക്കും കിട്ടുമത്. എനിക്കുണ്ടായിരുന്നു കുറെ നേരം ഉണ്ടായിരുന്നു ആ സംസാരം. ഞങ്ങളെ സിനിമയില് ഭാഷ പത്തനംതിട്ട ആ ഭാഷയല്ലേ ഞങ്ങളുടെ ജീവിതം പഠിച്ചത്. ഇപ്പം കുറെ സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നൈസ് കേട്ടോ. അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ഇടയ്ക്ക് മറന്നു ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇടയ്ക്ക് പിന്നെ കൊച്ചി കയറും, വരും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വർക്ക് ആണെന്ന് തോന്നിയ ഒരു സമയം ഉണ്ടാവില്ല? അതായത് വളരെ നോർമൽ ആയിട്ട് പോയിരുന്നത് അത്യാവശ്യം നല്ലോണം റീച്ച് ആയത്. അത് എപ്പോഴായിരുന്നു? അത് എത്ര നാൾ മുമ്പായിരുന്നു? അത് ആദ്യമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണ് ഞാൻ വീഡിയോ ടിക്ടോക്ക് കഴിഞ്ഞതിന് ശേഷം ബാനായതിനു ശേഷം ഫേസ്ബുക്കിലാണ് വീഡിയോ ഇടുന്നത്. ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പോഴാണ് പറഞ്ഞത് യൂട്യൂബിൽ ഇങ്ങനെ വരുമാനമുണ്ട്, വീഡിയോ ഇട്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ പാസ്വേഡും ഒക്കെ ഞാനങ്ങ് മറന്നുപോയായിരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, ഇത്ര വാച്ചിങ് അവറൊക്കെ ഉണ്ടായാലേ അതിനകത്ത് ഇത് ഓൺ ആവത്തുള്ളൂ, മോണിറ്റൈസേഷൻ ഓൺ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയും കിട്ടാൻ വലിയ പാടായി. ഫേസ്ബുക്കിൻ്റെയും കൂട്ടല്ല, യൂട്യൂബിൽ ആൾക്കാർ വാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്.
അപ്പം ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു കല്യാണ വീഡിയോ കിടപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കല്യാണ വീഡിയോ 1 മില്യൺ അടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്ക് സബ്സ്ക്രൈബറും ഉണ്ട്, മോണിറ്റൈസേഷൻ ഓൺ ആണ് ഓൾറെഡി. ആ ആദ്യത്തെ വീഡിയോയുടെ ഓണായി കിടക്കും. കാരണം നമ്മൾ അത്യാവശ്യം റീച്ചായി നിൽക്കുന്ന സമയം കൊണ്ട് ആൾക്കാർ യൂട്യൂബിൽ കയറി നമ്മുടെ കല്യാണ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഓൾറെഡി ഓണായി കിടക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്ന് തുടങ്ങുന്നത്. ഇപ്പം ഫേസ്ബുക്ക് ഇപ്പം ഇതായിട്ട് ഇന്നോട്ട് യൂട്യൂബാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സഞ്ജു ആൻഡ് ലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ബട്ട് യു ഗൈസ് ഹാവ് എ പ്ലാൻ ടു ഹാവ് എ മൂവി, ഒരു മൂവി പ്രൊഡക്ഷൻ പരിപാടി. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് ഇപ്പൊ യൂട്യൂബിന്റെ മുതലാളി വേറെ കോഫി ഷോപ്പിൽ ജോലിക്ക് പോവാൻ, ഇവന് പൈസ കൊടുക്കാൻ. അല്ല ശരിയാട്ടോ, എല്ലാത്തിനും മിനിമം അത് ഇത്ര മണിക്കൂറിൽ തന്നെ എന്തോരു വ്യൂ ആ. അതാണ് അത് 20-25 മിനിറ്റിന്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തത്, ഷോർട്സ് അല്ല. ആൾക്കാർ ഫാമിലി ഓഡിയൻസ് നല്ല രീതിയിലാണ്, നല്ല റീച്ച് അല്ലേ അത്. മതി മധുമിതു പ്രൊമോട്ട് ചെയ്യും യൂട്യൂബ് ചാനൽ. വിട്ടുപോയി നമ്മള്. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ മധുവിധു എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് യു വിൽ നോട്ട് ഹാവ്, ആർ യു മാരീഡ്? അല്ല. ഓക്കെ, അപ്പൊ ബാക്കി 3 പേരോട് ചോദിക്കാം. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറ. അല്ല എന്ത് ചോദിക്കാനാ, എക്സ്പീരിയൻസ് ആ വാക്ക് കേൾക്കുമ്പോ ഓർമ്മ വരുന്നൊരു മെമ്മറി. ഇത് എഴുതാൻ പറ്റും അല്ലേ? മധുവിധു അത് ശരിയാട്ടോ. അല്ല ഒരു കുടിയൻ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ഒരു മധുവിധുവിനെ കുറിച്ച് അറിയാവുന്ന ആൾക്ക് ജയവിഷ്ണുണ്ടല്ലോ അല്ലേ? ജയവിഷ്ണുവാണ് അത് എഴുതിയത്. എന്നാലും പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് യു ഷുഡ് ആൻസർ ദാറ്റ്. ഹൗ ഡു യു റൈറ്റ് ഇറ്റ്? കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർക്കാരനാണ് എഴുതിയേക്കുന്നത്, അടൂർ ബേസ് ചെയ്ത് കഥ. മധുവിധു എന്താ മൈക്കിൾ കേട്ടോ എഡിറ്റ് ചെയ്തു അല്ല ചോദിച്ചോളൂ. അല്ല അത് തന്നെ ചോദ്യം. ഹൗ ഡിഡ് യു ഡു ഇറ്റ്? അല്ലല്ല, ചോദ്യത്തിന് ആൻസർ ഞാൻ പറഞ്ഞല്ലോ. അല്ല ഇത് ജയവിഷ്ണു ഉണ്ടായിരുന്നു കൂടെ. അല്ല എന്റെ മധുവിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ജയവിഷ്ണു ചോദിച്ചിട്ടില്ല. ആക്ച്വലി നിന്നോട് ചോദിച്ചിട്ടില്ല. യൂട്യൂബ് മതി മതി. ചോദിച്ചു. ഇവന്റെ മധുവിധു സൂപ്പർ മധുവിധു. ഞാൻ ഒരു ചായ ഒരാളോട് ഒരു കാര്യം ചോദിച്ചിട്ട് ഒരാള് കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് 27-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളാ. 24-ാമത്തെ വയസ്സിലോ? എന്നിട്ട് ഇപ്പൊ ആഗ്രഹം എങ്ങനെയുണ്ട്? ഇപ്പൊ വന്ന കല്യാണം ഒരു 20 വയസ്സിൽ 23 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ്? ഇവ ആ കഥ പറഞ്ഞേക്കുന്നത് ഇതിനു മുമ്പ് വൈറലായിരിക്കുന്ന ആണല്ലോ. ഇവന്റെ കൂട്ടുകാരനോ ആരോ കല്യാണം കഴിച്ച് അപ്പൊ ഇവന് സങ്കടമായി പോയി, പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയി പെട്ടെന്ന് കയറി. എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാർച്ച് 23 എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വീട്ടിൽ അവിടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി പറഞ്ഞു ചിരിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നൈറ്റിലോട്ട് പോകുമല്ലോ. ഫസ്റ്റ് നൈറ്റിലോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഈ അല്ലല്ല ഞാൻ പോവാ. ഫസ്റ്റ് നൈറ്റിലോട്ട് പോകാൻ തുടങ്ങിയപ്പോ 2ാമത്തെ ഫ്ലോറിലാണ് എൻ്റെ റൂം. അപ്പൊ അച്ഛൻ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കയറി പോകുന്ന വഴിക്ക് അച്ഛൻ്റെ കാലെ തൊട്ട് വിളിച്ചിട്ടാ കയറി പോയത്. എനിക്കും അറിയത്തില്ല, ഞങ്ങളുടെ അച്ഛനും അറിയത്തില്ല. ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. സീരിയസ്ലി ഇവനെ വിട അച്ഛന്റെ എക്സ്പ്രഷൻ കെട്ടിച്ചു വിട്ടാൻ്റെ അത് ഞാനല്ല കല്യാണം, എന്നെ അച്ഛൻ കെട്ടിച്ചാ. അപ്പൊ അച്ഛൻ കല്യാണത്തിന്റെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. ചെലവായി നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ നോക്കിയപ്പോ കാലം തെറ്റിയല്ലോ. എനിക്ക് ആ ചേച്ചി പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു, സഞ്ജുമോനെ നീ ഇങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ടോടാന്ന്. അതെനിക്ക് ഭയങ്കര അച്ഛൻ പറഞ്ഞു എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിയത്. ഞാൻ വല്ലാതെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരിക്കുന്നു. എന്റെ മധുവിധു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഞാന് അന്ന് ട്രൂപ്പിൽ ട്രൂപ്പ് മിമിക്രി. അപ്പോൾ ഒരു വർഷം 300ഓളം സ്റ്റേജ് കളിക്കുന്ന ട്രൂപ്പിലായിരുന്നു, തിരുമല ചന്ദ്രൻ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വൈഫ് ഹൗസിലാണല്ലോ പോകുന്നത്. വീട്ടിൽ നിന്ന് വൈഫ് ഹൗസിൽ പോയപ്പോൾ എൻ്റെ മുതലാളി കാർ വിട്ട് വീടിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിൽ കയറി പ്രോഗ്രാമിൽ പോയി. ഞാൻ വന്നത് രാവിലെ 6 മണിക്കാണ്. ഫസ്റ്റ് നൈറ്റ് സ്റ്റേജിൽ എന്നിട്ട് വൈഫ് പരാതി ഒന്നും പറഞ്ഞില്ലേ? ജീവിതമല്ലേ. തീർച്ചയായും. പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ വന്നത് വൈഫ് പോയി. ഒന്നേന്ന് പോയി കെട്ടി, പിന്നെ ഒന്നേന്ന് പോയി കെട്ടി, ഒന്നേന്ന് കെട്ടിപ്പോയി. പ്രേമിച്ച് കെട്ടിയതാണോ? ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പൊ ഈ നമ്മള് ടീച്ചറിൽ കാണുന്ന പോലെ പെണ്ണ് കാണല് പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന?
കാണാൻ പോയിട്ടുണ്ട്. എത്ര പെണ്ണ് കാണലുണ്ട്? ഇല്ല, അങ്ങനെ അധികമൊന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒഫീഷ്യലി അങ്ങനെ ഇത് മാത്രമേ ഉണ്ട്. ഒന്നിൽ തന്നെ സെറ്റായി. ഞാൻ ഒറ്റ പെണ്ണെ കണ്ടിട്ടുള്ളു. അപ്പൊ ലവ് മാരേജ് അല്ലേ നിങ്ങളുടെ? ലവ് മാരേജ് അല്ല. ഞാൻ ആദ്യം പെണ്ണ് കാണുന്നത് എവിടെ വെച്ചറിയോ? അടൂര് ബിവറേജിന്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ പെണ്ണ് കാണുന്നത്. നല്ല സ്ഥലം, സന്തോഷിച്ച് അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടല്ലേ? ലവ് മാരേജ് അല്ലേന്ന് ചോദിച്ചു. ലവ് മാരേജ് ആയിരുന്നെങ്കിൽ ഹാപ്പി ആവില്ലായിരുന്നു, തകർന്നേനെ. ആര് പറഞ്ഞു? അല്ല ഞാൻ പറഞ്ഞത് ലവ് മാരേജ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. Don't say that. അങ്ങനൊന്നല്ല. ആണോ? അങ്ങനൊന്നല്ല. എന്റെ ഒരു സിദ്ധാന്തം ഞാൻ അടൂര് ബിവറേജിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ എൻ്റെ വൈഫിനെ ആദ്യമേ ഞാൻ ഈ മാട്രിമോണിക്കകത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു. 23 വയസ്സ്. അപ്പൊ നീ റിസൾട്ട് എഴുതിയില്ലല്ലേ? ഇതായിരുന്നു പണിയല്ലേ മാട്രിമോണി? അപ്ലൈ ചെയ്തിട്ട് ഞാൻ 16 വയസ്സുള്ള കാണിക്കുമായിരുന്നു, ഓരോ കൊച്ചുങ്ങളെ ഇങ്ങനെ കാണിക്കുക. പച്ചൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടതാന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കാണിച്ച്. അപ്പോൾ ഈ മാട്രിമോണിക്ക് അത് 14,000 രൂപ അടയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പേര് നേരിട്ട് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തു. ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പോൾ ഫേസ്ബുക്കിലുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ മെസ്സേജ് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇങ്ങനെ കല്യാണം. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ അവരും ചെക്ക് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കാണുന്നത് അടൂര് ബിവറേജിന്റെ ഫ്രണ്ട് വെച്ച് ഞങ്ങൾ നേരിട്ട് കാണാം. അതെന്താ അവിടെ വെച്ച് കാണാൻ കാരണം? 4,000 രൂപ അവർക്ക് കൊടുക്കട്ടെ? അല്ലല്ല, ആർക്ക് കൊടുക്കേണ്ടത്? അവരത് തയ്ച്ചത് മേടിക്കാൻ വന്നതായിരുന്നു വൈഫൈ. അപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് അവളെ കാണുന്നത്. അതിനുശേഷമാണ് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ പോയി ആലോചിക്കുന്നത് കല്യാണം പെട്ടെന്ന്. അല്ല മാട്രിമോണി വഴി അല്ല. മാട്രിമോണി വഴിയല്ല. അവര് കേട്ടോണ്ടിരിക്കുക. ആരാ മാട്രിമോണിയൊക്കെ? കൊടുത്ത കാശ് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഈ 24 വയസ്സിൽ ഇത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ല? അത് അങ്ങനെ ആയിരുന്നു അവന്റെ അവസ്ഥ. അല്ല ശല്യം. അയ്യോ, അല്ല ആഗ്രഹേ കല്യാണം കഴിക്കണം. 24 വയസ്സിൽ കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ ആലോചിച്ചാൽ മതിയല്ലോ. ജയേട്ടന് ഏതൊരു സിനിമയില്ല അങ്ങനെ വിവാഹിതരായാൽ അതുപോലെ അത്രയും അങ്ങായിട്ട്. പക്ഷെ നൈസ് ട്ടോ, അതൊരു പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നല്ലോ. അല്ലേ? എന്റെ ഫാമിലി എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ടീച്ചറൊക്കെ കണ്ടിട്ട് നമുക്ക് ആക്ച്വലി സിനിമ കാണാനുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇനി അതർ ദാൻ ഒരു ഫാമിലി മൂവി എന്നുള്ളൊരു ഹാപ്പി ഫീൽ അല്ലാണ്ട് വാട്ട് ഈസ് യുവർ എക്സൈറ്റ്മെന്റ്? ഞങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ വാട്ട് ഡു യു തിങ്ക്? ഈ സിനിമ ഒരു വലിയ വിജയമാവണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളാണോ? പിന്നെ ഇതിപ്പോൾ നമ്മൾ ഫെസ്റ്റിവലൊക്കെ ആയിട്ട് വിഷു ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് വന്നാൽ കിട്ടുന്ന എല്ലാ ഫാമിലീസ് എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയായിരിക്കും. ഒരു കൈനീട്ടം. അതെ, അപ്പോൾ അത് തീർച്ചയായും ആ ലെവലിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ആക്ടറിന്റെ ലൈഫിൽ ഒരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണല്ലോ. പ്രൊഡക്ഷനും കൂടി തുടങ്ങി. ഒരു പ്രൊഡ്യൂസർ ആയതിനു ശേഷം ആക്ടർ എന്നുള്ള ആൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടോ? വേറെ ആസ് എൻ ആക്ടർ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ ഒരു പ്രൊഡ്യൂസർ ആയതിനു ശേഷം? ഒരിക്കലും. ആ ഒരു ഇതില് ഇപ്പൊ ഈ പെറ്റ് ഡിറ്റക്റ്റീവ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആക്ട് ചെയ്തപ്പോൾ എനിക്ക് അത് കുറച്ച് ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സീനിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൊവൈസ് ചെയ്തേനെ, അല്ലെങ്കിൽ സീനിൽ കുറച്ചും കൂടി ആ സീൻ ഞാൻ കുറച്ചു നേരം കൂടി ചിന്തിച്ചേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ആ ജോലി കൂടി എടുക്കുന്നുണ്ടല്ലോ, അല്ലെ അത് കുറച്ച് എൻ്റെ സമയം എടുക്കുന്നുണ്ടല്ലോ. മാക്സിമം നമ്മളത് അവോയ്ഡ് ചെയ്ത് പിടിക്കാന്നുണ്ടെങ്കിലും ആ ജോലി നമുക്കുണ്ട്. ആദ്യത്തെ സിനിമയാണ്, അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്കങ്ങനെ കഥയിൽ അങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ സീനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടി നമ്മൾ ചിന്തിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കുറേം കൂടെ ബെറ്റർ ആക്കായിരുന്നു ലൈക്ക് നമ്മുടെ പെർഫോമൻസ്. മനസ്സിലായി. പക്ഷെ കണ്ട നമുക്കത് തോന്നിയില്ലായിരുന്നു. ഓക്കെ, ഇറ്റ് ഇസ് നൈസ്, ഇറ്റ് ഇസ് എന്റർടൈനിങ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്റർടൈനിങ് ആവട്ടെ, തിയേറ്ററിൽ വൻ വിജയമാവട്ടെ, വെക്കേഷനിൽ ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.